ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോ എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്നൊരു വീഡിയോ വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങൾ ക്യാപ്ഷനിലും തമ്മിലൊക്കെ കണ്ട പോലെ തന്നെയാണ് നമ്മളെ വീട്ടിലോട്ട് പുതിയൊരു വാഹനം മേടിക്കാൻ വേണ്ടി പോവാണ്. ഏതാണ് വാഹനം എന്നുള്ളതൊക്കെ കാണാം. കുറച്ച് സർപ്രൈസ് ആയിട്ടിരിക്കും, നമുക്ക് അവിടെ എത്തിയാൽ കാണാം. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ ഞങ്ങൾ പോയിട്ട് ഒരു അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, കാർ ഇവിടെ തന്നെ ഉണ്ട്. വേറൊരു വാഹനമാണ്, കുറച്ച് വലിയ വാഹനമാണ്. 9 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന വാഹനമാണ്. ഇതൊക്കെയാണ് ക്ലൂ. 9 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വാഹനമാണ്. സോ എക്സൈറ്റഡ് ആണ്. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 1 hour യാത്രയുണ്ട്. 40 കിലോമീറ്ററോളം ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ, സെക്കൻഡ് ഹാൻഡ് വാഹനമാണ്. അപ്പോൾ അത് എടുത്തിട്ട് ഒരു വൻ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വരാൻ വേണ്ടി പോണേ. അപ്പോൾ ഞാനും അക്കീർ കൂടി മാത്രമാണ് പോണത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അക്കീറും ഞാനും ഉണ്ടാവും, പിന്നെ പകുതിക്കുന്ന എൻ്റെ അളിയനുണ്ടാവും. തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി പോയിട്ട് തിരിച്ചാ വാഹനം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇവിടുന്ന് ബസ് കയറി പോകാനുള്ള തീരുമാനത്തിലാണ്. എന്താ പറയുക, സോ ഹാപ്പി. അപ്പം ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ മതി കേട്ടോ. അത് എപ്പോഴാണെന്ന് നിങ്ങളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഞാനും അക്കിയും ഇപ്പോൾ ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് പോവാണ്. ഇതും എൻ്റെ ആങ്ങള വന്നാണ്. ഞങ്ങളിപ്പോൾ ബൈക്ക് എടുത്ത് ടൗണിൽ പോകും. എന്നിട്ട് ബൈക്ക് ടൗണിൽ വെച്ചിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് 4 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകും. അവിടെയാണ് നമ്മൾ അളിയനുള്ളത്. അപ്പോൾ അളിയൻ പിന്നെ വരും, അളിയൻ്റെ കാർ എടുക്കും. അപ്പോൾ അളിയനാണ് വണ്ടിയൊക്കെ നോക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കണ ആൾ. അപ്പം ഞങ്ങൾ എന്നായിരുന്നു 2 ദിവസം മുന്നേ പോയിട്ട് അഡ്വാൻസ് കൊടുത്തതാണ്. ഇന്ന് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. സോ എക്സൈറ്റഡ്. സോ ഗൈസ്, വിഷ് മീ എ ലക്ക്. ഇതിൻ്റെ കുറേ പ്രത്യേകത ഉണ്ട് ഈ വണ്ടി. അത് എന്താണെന്നല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഏറി വന്ന ഒരു 3 കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ടുള്ളൂ. 12 വർഷമായിട്ട് ഞാൻ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിലും ഈ വണ്ടി ഞാൻ വെറും 3 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. അന്ന് ആ വണ്ടി നോക്കാൻ പോയപ്പോൾ ഒരു 2.5 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാകും. അതിൻ്റെ മുന്നേ ഒരു 500 മീറ്റർ കൂടി ഓടിച്ചിട്ടുണ്ടാകും. അത്രയും ഞാൻ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. സോ എക്സൈറ്റഡ്. പോയി നമുക്ക് ആ വാഹനം എടുത്തിട്ട് നമുക്ക് വീട്ടിലോട്ട് വരാം. ഇപ്പോൾ സമയം വൈകിട്ട് 3 മണിയായിട്ടുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്, പക്ഷെ പെയ്യല്ലേ എന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് പോയി വാഹനം ഏതാണെന്ന് നോക്കാം. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ്. എക്സൈറ്റഡ്. ബസ് വരട്ടെ. The longer we wait for the bus, my heart beat. After a long time. ബസ് കയറിയിട്ട് എന്തോ പോലെ. ഗൈസ്, നമ്മള് ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ കാറിൽ കയറിയിരിക്കുകയാണ്. ഫാബിയുണ്ട്. ഫാബി മോൻ മോന് നമ്മളെങ്ങാട്ടിയും നാണാണ്. ഭയങ്കര ഡിമാൻഡാ അല്ലേ? എത്ര റുപ്യ വേണം വീഡിയോയില്? ഇത് പച്ചുക്ക അലിയൻ, എന്റെ അലിയനാണ്, കസിൻ അലിയൻ അല്ലേ? അപ്പം നമ്മളായിരുന്നു വണ്ടി പോയി നോക്കിയത്. അപ്പോൾ ഇന്നും ഞങ്ങൾ പാച്ചിക്കാരനെ തന്നെ കൂട്ടുണ്ട്. കാരണം മുതിർന്ന ഒരാളുള്ളത് എപ്പോഴും നല്ലതാണല്ലോ. ചായ മേടിക്കണ്ടേ? അപ്പോൾ അതിനൊക്കെ ഒരാളുള്ളത് നല്ലതാണ്. പാച്ചിക്കാരന്റെ പുര ഇവിടെ തന്നെയാണ്. അത് ശരിയാ, ബർക്കത്തൊരാൾ ഉള്ളത് നല്ലതാണ്. പിന്നെ പാച്ചിക്ക ഇവിടുത്തെ ലോക്കലിൽ കൂടിയാണ്, മാനന്തവാടി തന്നെയാണ് വീടും. അപ്പം പോകുന്നു. ഇനി നമുക്കൊരു എത്ര മണിക്കൂർ ഉണ്ടാവും? അരമണിക്കൂർ കൊണ്ട് നമ്മൾ അടുത്തു. ശരിക്കും ഈ കാട്ടിക്കുളം എന്ന് പറയുന്നത് കേരള കർണാടക ബോർഡറാണ്. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയാലേ നമ്മളെത്തി കർണാടക എത്തി. ബാവലി കർണാടക. പോകുന്നു, എടുക്കുന്നു, വരുന്നു അല്ലേ ബാബി? ഈ ജീപ്പിലോ കാറിലോ തിരിച്ചു വരുമ്പോ? കാറിലോ? ജീപ്പിലില്ല. എന്താ ജീപ്പില? വാപ്പച്ചി അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടല്ലേ. ഓക്കെ ഗൈസ്, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു.
അതിമനോഹര വയനാട് നിങ്ങൾക്ക് കാണാം. ഗൈസ്, നമ്മൾ ഫൈനലി ഇതാ കാട്ടിക്കുളം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ജീപ്പ് എടുക്കുന്നത്. ഇവിടെ പെട്രോൾ പമ്പിന്റെ അടുത്തോ അവിടെ ഉണ്ട് എന്നാ പറഞ്ഞത്. ബസ് സ്റ്റാൻഡിൽ കയറാം. ഇവിടെ ഉണ്ടാവും ജീപ്പ്. ജീപ്പ് ഇവിടെ ഇല്ല, എന്നാലും നമുക്ക് സൈഡാക്കിയിട്ട് നോക്കാം. 3, 2, 1. ഇതാട്ട നമ്മളെ ജീപ്പ്. ഇൻ ഫ്രണ്ട്. അപ്പം ഇത് മേടിക്കാനാണ് നമ്മൾ ഇവിടെ വരെ വന്നിട്ടുള്ളത്. മേജർ 2006-07 മോഡലാട്ടോ. എന്നുണ്ട് ബാക്കി നമ്മൾ വിശദമായിട്ട് വണ്ടി ഇവിടെ നിന്ന് ഇറക്കിയതിനൊക്കെ ശേഷം പറഞ്ഞുതരാം. ഉള്ളു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പവർ സ്റ്റാറിംഗ് ഇല്ല. അപ്പോൾ പവർ സ്റ്റാറിംഗ് ആക്കണമെങ്കിൽ 35,000. നാഗാലാൻഡ് മാഗ എത്തിനാ 30 और उधर अच्छा है, इधर 35. बेंस का സൈലറ്റർ എഴുതിക്കൊണ്ട് കേട്ടോ. വീഡിയോ ഓക്കെ. സോ ഗൈസ്, ഞാൻ പുതിയ ജീപ്പ് എടുത്ത് കിട്ടാ. താങ്ക് യു. കിരണോട് പൈസ കൊടുത്തിട്ടാ. ഇൻഷുറൻസ് ഉണ്ടല്ലേ? KL 18D 2652 കേട്ടോ. അതോടുകൂടി നമ്മൾ ജീപ്പ് എടുത്തിരിക്കുകയാണ് ഗൈസ്. ജീപ്പ് നമ്മളെ സ്വന്തമായിരിക്കുകയാണ്. പാച്ചൊക്കെയാണ് ഓടിച്ചു വരുന്നത്. സൗണ്ടൊക്കെ പൊളി. കണ്ടേ ഗൈസ്, ജീപ്പ് നമ്മളെ സ്വന്തമായിരിക്കുകയാണ്. നമ്മൾ പൈസ ഫുള്ള് കൊടുത്ത് എടുത്തിരിക്കുകയാണ്. നമ്മളെ സ്വന്തം ജീപ്പായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. യാ ജീപ്പ് ഇൻസൈഡ് he'll come now. ഇത് നമ്മൾ വന്ന കാറ്, നമ്മൾ പോണത് ഇതില്. ഓക്കെ. സോ ഗൈസ്, നമ്മൾ വണ്ടി മേടിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് നമ്മളെ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ടൈം. Come on. Come. അപ്പം ദാ നമ്മളെ സ്വന്തം വണ്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. നൗ അവർ വെഹിക്കിൾ. സോ ഗൈസ്, എക്സൈറ്റിംഗ് ഒരു വലിയൊരു കാര്യം ഇതിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ട്വിസ്റ്റ്. അത് കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ അറിയും. അതെന്താന്നുള്ളത് ചിലപ്പം നിങ്ങൾ അറിഞ്ഞു കാണാം. സോ ഗൈസ്, മോർ എക്സൈറ്റഡ്. ഇതിൻ്റെ താക്കോലായിട്ട് പാച്ചുക്ക പള്ളിയിൽ പോയതാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം. താങ്ക് യു ഗൈസ്. സോ ഗൈസ്, ഇത്രയും നേരം പാച്ചുക്കയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടിരുന്നത്. ഇനി കൽപ്പറ്റയ്ക്ക് ഞാനാണ്. ഞാൻ ആദ്യമായി ഒരു ലോങ് റൈഡ്, ഒരു 10-40 കിലോമീറ്റർ നമ്മൾ ഓടിക്കാൻ വേണ്ടി പോകും കേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അക്കിറുപ്പ വരും, ദെൻ നമ്മൾ പോകും. ചലോ. സോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ഏരിയയിലോട്ട് കൊണ്ടുവരികയാണ് വണ്ടി. നമ്മളെ പോര അങ്ങ് അവിടെ കാണുന്നുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കട്ടെ. നമ്മളെ പോര അങ്ങ് അവിടെ കാണുന്നുണ്ട്. ആദ്യമായിട്ട് പുരയിലോട്ട് നമ്മളെ ജീപ്പ് കൊണ്ടുവരികയാണ്. ലെറ്റ്സ് ഹോപ്പ്. ജിങ്കാലാല. ഗൈസ്, അപ്പൊ നമ്മൾ ജീപ്പ് വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റിയാക്ഷൻ
വെറുതെ പുറത്തേക്കൊന്നും വരുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് വണ്ടി ഒന്ന് തിരിച്ചിടാം. ഗൈസ് ജീപ്പ് ഇതാ ഇവിടെ രസമുണ്ട് കേട്ടോ. ഈ വീടിന്റെ മുന്നിൽ ജീപ്പ് നിക്കുമ്പോ വേണ്ടേ സൂപ്പർ. ഓന്റെ ജീപ്പ് സോ ഗൈസ് ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എണീറ്റുണ്ട്. പുരയിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കൂലേ. യെസ്. സോ ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നമ്മൾ വണ്ടി ആദ്യം തന്നെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അക്കീർ പറഞ്ഞ് ഈ സ്ലോപ്പിലിട്ട് വാഷ് ചെയ്യാം, കുറേ ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാകുമ്പോൾ തണലും ഉണ്ട്. അപ്പം അക്കീർ ഇങ്ങോട്ട് എടുത്തു വെക്കാമെന്ന് പറഞ്ഞേക്കാം. എടുത്തു വെക്കട്ടെ. ഓ ഇങ്ങനെ വരുമ്പം കുട്ടി വണ്ടി വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ രസമുണ്ട്. നിങ്ങൾ രാത്രി ഇതൊക്കെ മൂടി വെച്ചാ ഇന്നലെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലല്ലോ. ഇതാ എങ്ങനെയുണ്ട് കേസ് ഉള്ളൊക്കെ. ഇതിൽ കുറേ ചേഞ്ചസ് വരുത്താൻ വേണ്ടി പോവാണ്. ഒക്കെ സർപ്രൈസാണ്. ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വെയിറ്റ് കരോ ബോയ്സ്, വെയിറ്റ് കരോ. क्या फायर यू फालतू बॉय स्टार्ट. Imagine we are going to sleep here. പ്രാർത്ഥിച്ചിട്ടൊക്കെ എടുക്കുന്ന ആവശ്യം. ഒറ്റടിക്ക് ആശാൻ സ്റ്റാർട്ടാണ്. ആ ഡീസലിൻ്റെ സ്മെല്ല് പൊള്ളി കേട്ടോ. ഭയങ്കര ഇഷ്ടമെങ്കിൽ ഡീസലിൻ്റെ സ്മെല്ല്. Akir, in Kerala, we have a belief. Okay, whenever we take the jeep or car, any vehicle, next day, in the morning, we will take first a little bit forward, then backward. Only like this. See, okay. Then we will take. Like a culture. ഒന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ ഇവിടെ വണ്ടി എടുക്കുമ്പം ആദ്യം ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുത്തിട്ടാണ് പിന്നെ ബാക്കോട്ട് എടുക്കുകയാണ്. അന്ധവിശ്വാസമൊക്കെ ആണ്, എന്നാലും നമ്മളാ ഒരു ഞാനാ No, only gear. You put one stone also. First gear. Wait, down, reverse. Really? Okay, reverse. Still. I send you keep this right. Nice right, the door. Yes. We have to put a door. Yes. Very nice. Put one stone also for security. Something bad happened. The biggest.
coming. हाँ इधर और पीछे No, it's okay. इस വണ്ടി ബാക്കോട്ട് പോവില്ല. क्या हुआ? എന്നാലും നമുക്കൊരു ഉറപ്പിന് വേണ്ടി നമ്മളിവിടെ വെച്ചിട്ട് ഇതിനൊന്നും ഹാൻഡ് ബ്രേക്ക് ഇല്ല ഗൈസ്. അപ്പോൾ നമ്മളിത് അടിച്ച് പൊളിച്ച് കേൾക്കാൻ പോവാ ഗൈസ്. സ്വിച്ച് നെയ് ഫസ്റ്റ് വാഷ് ഗൈസ്. ഇനി അക്കീർ കഴുകും. അക്കീറിന് സ്വന്തമായിട്ട് എന്തുണ്ട്, പിന്നെ വാഷിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പം ഓൻ കഴുകിക്കോളും, ഓനറിയാം, എക്സ്പേർട്ട്. ഇത് ഫുള്ള് അടിച്ചിടണം. നമ്മളെ ബയ്യ ഇവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക. തോടാ ജൽദി കരോ, അച്ഛാ കരോ. ഓക്കെ Okay. തോടാ ഹാർഡ് കരോ. Hard karo. हाँ. Okay. ऐसा. हाँ तुम लेसी है. Malik, ऐसा. हाँ उधर उधर ठीक है ठीक है ठीक है. अच्छा वाश और फूड नहीं है. Okay, okay. Sorry, sir. Okay. ഗൈസ് വണ്ടി കഴുകി കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കട്ടെ ഞങ്ങൾ. അച്ചായ അച്ചായ വേവത്തച്ചായ. Guys, Akir on fire guys right now. Too good at washing. Too good. The good thing about the Jeep, if you wash, any washing powder go inside, no problem, because there is hole inside. We can clean inside also with water. So guys, how about the car number KEL 18D2652? It means it's registered in Kozhikode district, Vadagara. Oh, okay. Vadagara Taluk. तुम लेसी है. So guys, Yasin Vlog is gonna reveal the car now in his YouTube channel, and we are waiting for him. This on the back you can see the car. It's covered in red cloth fabric and it's very beautiful. And see, editor Vijay is also here. Vishnu is also here. So let's wait for them to reveal, guys. Akir. ഇത് നമ്മളെ നാഗാലാൻഡിലുള്ള യൂട്യൂബറാണ് അക്കീർ ബ്രോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റീലിന് വേണ്ടിയുള്ള ഷൂട്ടാണ്. നമ്മൾ വണ്ടി ഏതാണെന്നുള്ളത് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ്. മൂപ്പര് നമ്മളെ എന്താ പറയുക സെറ്റായി നിന്ന് എടുക്കുന്നുണ്ട്. എന്താ ഏതോ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് അതിൽ കാണാം. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് എനിക്ക് പനിയായതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ. ഓക്കെ ഇങ്ങനെ കാറ്റത്ത് പറന്നു വന്നു, കയറി പോകാണ്ടൊക്കെ നോക്കണം. അതുകൊണ്ടാണ് എല്ലാവർക്കും വിളിക്കണം.